പാലക്കാട്ട് വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. പോളിംഗ് ശതമാനത്തിലെ കുറവ് തിരിച്ചടിയാകില്ല എന്നാണ് NDAയും LDFും പറയുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞോ എന്ന ആശങ്കയിലാണ് UDF കേന്ദ്രങ്ങൾ. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ 70.51 എന്ന ശതമാനത്തിലേക്ക് പോളിംഗ് ഉണ്ടായപ്പോൾ, കുറഞ്ഞപ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കും ഇനി വോട്ടെണ്ണുമ്പോൾ എന്ന കണക്കുകൂട്ടലുകൾ പിന്നീട് നടന്നിട്ടുണ്ടാവണം ഓരോ മുന്നണിയിലും. പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ നമുക്ക് നഗരമേഖലയിലാണ് കൂടുതൽ പോളിംഗ് ഉണ്ടായത്. അതിൽ തന്നെ പിരായിരിയിൽ കൂടുതൽ മികച്ച പോളിംഗ് സംഭവിക്കുന്നു, കണ്ണാടിയിൽ കുറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൂട്ടലുകൾ, കൃത്യമായ കണക്കുകൾ, എവിടെയൊക്കെ എത്രയൊക്കെ വോട്ടുകൾ നമ്മൾ നിശ്ചയിച്ച പ്രതീക്ഷിച്ച വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണോ, തുടങ്ങിയ ആ ആളുകളൊക്കെ വന്നോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കണക്കുകൂട്ടലാണ് ഇന്നൊരു പക്ഷേ അവിടെ നടക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓരോ ക്യാമ്പിലും ഉയരുന്ന കണക്കുകൾ? വീണ, ഈ പോളിംഗ് പൂർത്തിയായതോടുകൂടെ തന്നെ എല്ലാ മുന്നണികളും അവരുടെ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിൽ വീണിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനകൾ ഇപ്പോൾ ഓരോ മുന്നണിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 70.51% പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേതായാലും ഒരു കുറവ് തന്നെയാണ്. അതായത് കഴിഞ്ഞ 2021 അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 75.44% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം തന്നെ ഇത്തവണത്തെ പോളിംഗ് ഏതായാലും അത് 70ലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 70% പോളിംഗ് എന്ന് പറയുമ്പോഴും പിന്നീട് നമുക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടെ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയും പിരായിരി, മാത്തൂര്, കണ്ണാടി എന്നീ 3 പഞ്ചായത്തുകളാണ് ഉള്ളത്. ഇതിൽ തന്നെ പാലക്കാട് നഗരസഭ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ 71.1% പോളിംഗ്. അതായത് ആകെ മണ്ഡലത്തിൻ്റെ ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പോളിംഗ് ആണ് പാലക്കാട് നഗരസഭയിൽ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് BJP ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പോളിംഗ് നഗര കേന്ദ്രീകരിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയാം എല്ലാ ഭാരതത്തിൽ ഒന്നടങ്കം എപ്പോഴും ഈ നഗര കേന്ദ്രീകൃതമായിട്ട് പോളിംഗ് ശതമാനം കൂടുമ്പോൾ അവിടെയൊക്കെ BJP വിജയിച്ച് കയറുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് BJP ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഈ എത്ര വോട്ടുകളാണ് മുൻപ് ഈ നഗരത്തിൽ BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ മാത്രം 34,144 വോട്ടാണ് മെട്രോമാൻ E ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് അവിടെ ലഭിച്ചത് 27,905 വോട്ട് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നഗരസഭയിൽ ഇത്തവണ ഏതായാലും ഒരു BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിന് അവർ ഏറ്റവും പ്രധാനമായി കണക്കുകൂട്ടുന്നത് ഈ വടക്കൻതറ, അതുപോലെ തന്നെ മൂത്താന്തറ, അതുപോലെ തന്നെ കറുകോടി തുടങ്ങി BJPയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട് പാലക്കാട് നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ. ആ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ 80% മുകളിലാണ് ഇവിടെയൊക്കെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കഴിഞ്ഞ മെട്രോമാൻ മത്സരിച്ചപ്പോൾ ലഭിച്ച 34,000 എന്നുള്ളത് അതൊരു 36ലേക്ക് വരെ കടക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വിജയം ഏതായാലും ഉറപ്പാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യമായിട്ട് BJP പ്രതീക്ഷ വയ്ക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ ന്യൂനപക്ഷ വോട്ടൊക്കെ ഒരു N ബ്ലോക്കായി ഷാഫി പറമ്പിലിന് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇത്തവണ അതിലൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ പോളിംഗും ആ ഭാഗങ്ങളിലേക്ക് ഒരു മന്ദഗതിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. മറ്റൊരു കാര്യമുള്ളത് സരിൻ ചിലയിടങ്ങളിൽ ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം എപ്പോഴും ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടുകൾ ഇടതുപക്ഷത്തിന് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് UDFന് മറിയുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഏതായാലും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കണക്കുകൂട്ടൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിജയ പ്രതീക്ഷയാണ് BJP ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.